ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ജാനകി വന്നിട്ട് മഹേന്ദ്രനോടും ലക്ഷ്മിയോടും മുത്തശ്ശനോടുമായിട്ട് ചോദിക്കുകയാണ്, ചന്ദ്രികയെ എൻ്റെ മകൻ സിദ്ധാർത്ഥിന് ഭാര്യയായിട്ട് തരാമോ എന്ന്. കാരണം ഇത്രയും കാലം ചന്ദ്രികയുടെ നന്മയൊന്നും ഞാൻ മനസ്സിലാക്കിയില്ല. പക്ഷെ അന്ന് ഏട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീയായിട്ട് ചന്ദ്രികയുടെ നന്മ മനസ്സിലാക്കി എന്നോട് വന്നിട്ട് ഇനി ചന്ദ്രികയെ തരുമോ എന്ന് ചോദിക്കുന്നത് വരെ ഞാൻ അങ്ങോട്ടേക്ക് സിദ്ധാർത്ഥിന് പെണ്ണാലോചിച്ചിട്ട് വരില്ല എന്ന്. അതുപോലെ തന്നെയാണ് ജാനകി ഇപ്പോൾ മഹേന്ദ്രനോട് ചോദിക്കുകയാണ്, യാചിക്കുകയാണ്, എനിക്ക് നിങ്ങളുടെ മകളായിട്ടുള്ള ചന്ദ്രികയെ എൻ്റെ സിദ്ധുവിന് വധുവായിട്ട് തരുമോ എന്ന്. മഹേന്ദ്രൻ ഒന്നും പറയാതെ അഭിമാനത്തോടെ ഇരിക്കുന്ന സമയത്ത് ജാനകി വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങളുടെ മകൾ ചന്ദ്രികയെ എൻ്റെ മകൻ സിദ്ധാർത്ഥിന് കല്യാണം ചെയ്ത് കൊടുക്കാമോ ഏട്ടാ? അത് കേട്ടപ്പോൾ മുത്തശ്ശനും അഭിമാനത്തോടെ മഹേന്ദ്രനെ നോക്കുവാണ്. അപ്പോൾ ജാനകി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഏട്ടാ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, നിങ്ങളെ ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്, അതിനൊക്കെ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് ഏട്ടാ എന്ന് പറഞ്ഞിട്ട് അവർക്ക് മുന്നിൽ കൈകൂപ്പി കരയാണ്. ഞാൻ ചെയ്ത തെറ്റുകൾക്കൊക്കെ മാപ്പ് തന്നിട്ട് എൻ്റെ മകൻ സിദ്ധാർത്ഥിന് നിങ്ങളുടെ മകൾ ചന്ദ്രികയെ കല്യാണം കഴിച്ചു കൊടുക്കാമോ ഏട്ടാ? മഹേന്ദ്രൻ മറുപടിയൊന്നും കൊടുത്തില്ലെങ്കിലും അഭിമാനത്തോടു കൂടിയാണ് ഇരിക്കുന്നത് ലക്ഷ്മിയെ നോക്കിക്കൊണ്ട്. ലക്ഷ്മിക്കാണെങ്കിൽ സന്തോഷമായിട്ടുണ്ടായിരുന്നു. ആ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടിയാണ് ഇത്രയും കാലം കാത്തു നിന്നത്. അതും മഹേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജാനകിയായിട്ട് വന്ന് ചോദിക്കുന്നത് വരെ ഇനി ഞാൻ അങ്ങോട്ട് പോവില്ല എന്ന്. അതുപോലെ തന്നെ ജാനകി ഇപ്പോൾ വന്ന് ചന്ദ്രികയെ ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. അത് കേട്ടപ്പോൾ തന്നെ വല്ലാത്ത അഭിമാനം തോന്നുവാണ്. തൻ്റെ മകളുടെ നന്മ മനസ്സിലാക്കിയിട്ടാണല്ലോ ജാനകി വന്നിരിക്കുന്നത് എന്നൊക്കെ ഓർത്തിട്ട്. അതുമാത്രമല്ല, ജാനകി പറയുന്നുണ്ട്, ചന്ദ്രികയെ ഞാൻ എൻ്റെ മരുമകളായിട്ടല്ല, എൻ്റെ മകളായിട്ട് എൻ്റെ ഹൃദയത്തിൽ എന്ന പോലെ ഞാൻ എപ്പോഴും സന്തോഷത്തോടെയും സുഖമായിട്ടും ജീവിക്കാൻ അനുവദിക്കുവേട്ടാ. അവളെ ഞാൻ എൻ്റെ കണ്ണിൽ വെച്ച് കൃഷ്ണമണി പോലെ സൂക്ഷിക്കും എന്നൊക്കെ പറയാണ്. അതുമാത്രമല്ല, ഇല്ല എന്ന് മാത്രം പറയരുത് ഏട്ടാ എന്ന് പറഞ്ഞ് കൈകൾ കൂപ്പുകയാണ്. കാരണം അത്രയധികം മഹേന്ദ്രനോട് ദ്രോഹം ചെയ്തിട്ടുണ്ടായിരുന്നു മേഘക്കൊപ്പം ചേർന്നിട്ട് ജാനകിയും. അവസാനം മഹേന്ദ്രൻ സന്തോഷത്തോടു കൂടി പുഞ്ചിരിച്ച് അഭിമാനത്തോടെ എഴുന്നേറ്റ് വന്നിട്ട് ജാനകിയോടായിട്ട് പറയാണ്, എന്താ മോളെ, എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഏട്ടാ, നിങ്ങളുടെ മോളെ എൻ്റെ മോന് കെട്ടിച്ചു കൊടുക്കുക എന്ന് എല്ലാ അധികാരത്തോടു കൂടിയും ചോദിക്കടാ. തൻ്റെ സഹോദരന് തന്നോടുള്ള വാത്സല്യം കണ്ടപ്പോൾ ജാനകിയുടെ കണ്ണ് നിറയാണ്. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, സിദ്ധുവിനല്ലാതെ മറ്റാർക്കാ ഞാൻ ചന്ദ്രികയെ വിവാഹം ചെയ്തു കൊടുക്കുക, നീ തന്നെ പറ. അത് കേട്ടപ്പോൾ ജാനകിക്ക് വല്ലാത്ത സന്തോഷം തോന്നുവാണ്. മാത്രമല്ല, മഹേന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രിക എൻ്റെ മകളല്ല, നിന്റെ മകളാ, മതിയോ? നീ അവളെ എല്ലാ അധികാരത്തോടു കൂടിയും മരുമകളായിട്ട് കൂട്ടിയിട്ട് പൊയ്ക്കോ എന്ന് പറയുന്ന സമയത്ത് ജാനകി നിറഞ്ഞ കണ്ണുകളോടെ അച്ഛനെയും ഏട്ടനെയും മാറി മാറി നോക്കുവാണ്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ജാനകി, നീ ഇത്ര പെട്ടെന്ന് കല്യാണത്തിന് സമ്മതിക്കുമെന്ന് ഞാൻ കുറച്ചുപോലും ചിന്തിച്ചിരുന്നില്ല. അതുതന്നെയാണ് ലക്ഷ്മിയുടെയും മനസ്സിലുണ്ടായിരുന്നത്. അദ്ദേഹം നിറഞ്ഞ കണ്ണുകളോട് പറയാണ്, ശരിക്ക് പറഞ്ഞ സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും വിവാഹം കാണാൻ പറ്റാതെ ഞാൻ മരണപ്പെട്ടു പോകുമോ എന്ന് പോലും ഞാൻ ഭയന്നിരുന്നു മോളെ. ദൈവം അങ്ങനെ ഒരു വിധി എനിക്ക് വരുത്തിയില്ല. ഇത് മതി മോളെ, ഇത് മതി. ആ അച്ഛൻ്റെ കണ്ണ് നിറയായിരുന്നു. അപ്പോൾ ലക്ഷ്മിയും ജാനകിയോട് പറയുന്നുണ്ട്, ജാനകി, നീ മഹേഷിനെ ഭയന്ന് സിദ്ധുവും ചന്ദ്രികയും തമ്മിലുള്ള വിവാഹം നടത്താൻ സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ വല്ലാതെ ഭയന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നീ ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിന് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം തോന്നുവാണ്. ഒരമ്മ എന്ന നിലയിൽ അത്രയധികം സന്തോഷത്തോടെയാണ് ലക്ഷ്മി പറയുന്നത്. ഇപ്പോഴാണ് എൻ്റെ നഷ്ടപ്പെട്ടു പോയ ജീവൻ തിരിച്ചു കിട്ടിയത്. ഒരുപാട് സന്തോഷം തോന്നുവാണ് ജാനകി. അപ്പോൾ ജാനകി വളരെ സീരിയസ് ആയിട്ട് മഹേന്ദ്രനോട് പറയുന്നുണ്ട്, ഏട്ടാ, പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. പറ മോളെ, എന്താ? മഹേഷ് കാരണം ചന്ദ്രികയ്ക്കും സിദ്ധാർത്ഥിനും ഒരു പ്രശ്നവും വരാൻ പാടില്ലേട്ടാ. മഹേഷ് ഇനി ചന്ദ്രികയും മലരിനെയും അന്വേഷിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് വരാൻ പാടില്ല. അത് ഏട്ടൻ്റെ ഉത്തരവാദിത്തമാണ് ഏട്ടാ. അപ്പോൾ മഹേന്ദ്രൻ കൂളായിട്ട് പറയുന്നുണ്ട്, അത് വിട്ടേക്ക് മോളെ, അതിനെക്കുറിച്ചൊക്കെ ഞാൻ ചിന്തിച്ച് ചെയ്തോളാം. നീ എന്തിനാ വെറുതെ അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് ടെൻഷനാവുന്നത്? ലക്ഷ്മി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് സന്തോഷത്തോടെ പറയാണ്, അയ്യോ, ഇപ്പോഴാണ് മനസ്സിന് ശരിക്ക് പറഞ്ഞ സമാധാനമായത്. ജാനകി, പോവല്ലേ, ഇവിടെ നിൽക്ക്. നീ എത്രത്തോളം സന്തോഷമുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. നിനക്ക് എന്തെങ്കിലും ഒരു മധുരം തരണം, നീ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി സന്തോഷം അടക്കാനാവാതെ അടുക്കളയിലേക്ക് പോവാണ്. ലക്ഷ്മിയുടെ ആ ഒരു സന്തോഷം കണ്ടപ്പോൾ ജാനകിക്ക് ഒത്തിരി സന്തോഷമായിട്ടുണ്ടായിരുന്നു. കാരണം തൻ്റെ ആ ഒരു സമ്മതത്തിന് മാത്രമാണ് ഇവരൊക്കെ കാത്തിരുന്നത് എന്ന് ജാനകിക്ക് മനസ്സിലാവുകയാണ്. ലക്ഷ്മി അടുക്കളയിൽ നിന്നും ഒരുപാട് കൽക്കണ്ട് എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് സ്നേഹത്തോടെ അത് ജാനകിയുടെ വായിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ജാനകി മതിയെന്ന് പറഞ്ഞിട്ടൊന്നും ലക്ഷ്മി നിർത്തുന്നില്ല. കാരണം അവർക്ക് അത്രയധികം സന്തോഷമായിട്ടുണ്ടായിരുന്നു. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. അതിനുശേഷം മുത്തശ്ശനും മഹേന്ദ്രനും ഒക്കെ ആ ഒരു മധുരം കൊടുക്കുവാണ്.
ലക്ഷ്മി സന്തോഷത്തോടെ ജാനകിയോട് പറയാണ്, ഇത്രയധികം സന്തോഷമുള്ള ഒരു കാര്യം പറഞ്ഞാൽ നിന്റെ നാവ് തീർച്ചയായിട്ടും പൊന്നാവട്ടെ എന്നൊക്കെ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഈ ഒരു സന്തോഷ വാർത്ത ആദ്യം സിദ്ധാർത്ഥിനോടും ചന്ദ്രികയോടും പറയണം. എല്ലാവരും സന്തോഷത്തോടെ അത് അംഗീകരിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി ഒരു ചെറിയ കുസൃതിയോടെ പറയാണ്, അച്ഛാ, ഈ ഒരു കാര്യം അവരോട് പെട്ടെന്ന് തന്നെ പറയാൻ പാടില്ല. അതെന്താ എന്നൊരർത്ഥത്തിൽ എല്ലാവരും നോക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, സർപ്രൈസ് ആയിട്ട് പറയണം അച്ഛാ. സർപ്രൈസോട് കൂടിയോ? എങ്ങനെയാ മോളെ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? അത് പിന്നെ എന്തെങ്കിലും, ലക്ഷ്മിക്ക് പ്രത്യേകിച്ചൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു സന്തോഷത്തോടു കൂടി ഇത് അറിയിക്കണം അച്ഛാ. ഓ, മനസ്സിലായി മനസ്സിലായി. നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം സിദ്ധുവിനും ചന്ദ്രികയ്ക്കും എന്തെങ്കിലും ഒരു ഷോക്കായ ന്യൂസ് കൊടുത്ത് അവരെ വിഷമിപ്പിച്ചിട്ട് അവരുടെ മനസ്സും കണ്ണും ഒക്കെ നിറയുന്ന സമയത്ത് ഈ ഒരു കാര്യം പറയണം അല്ലേ? അപ്പോൾ മഹേന്ദ്രനും ജാനകിയൊക്കെ പുഞ്ചിരിക്കുകയാണ്. ആ, അങ്ങനെ തന്നെ ലക്ഷ്മി പറയുന്നുണ്ട്. കറക്റ്റാണ് അച്ഛൻ പറഞ്ഞത്. മധുരം കഴിക്കുന്നതിന് മുമ്പ് അല്പം എരി കഴിക്കണം, അപ്പോഴാണ് മധുരത്തിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുക. മഹേന്ദ്രനും ജാനകി അത് കേട്ട് സന്തോഷത്തോടെ ചിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ് മോളെ, പക്ഷേ കുട്ടികളെ ഒരുപാട് നേരം ഭയപ്പെടുത്തരുത്. ഇല്ല അച്ഛാ, കുറച്ചു നേരം മാത്രമല്ലേ. വൈകുന്നേരം അവർ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചേർന്നിട്ട് ഈ ഒരു കാര്യം പറയും. മഹേന്ദ്രൻ പറഞ്ഞു കൊടുക്കുകയാണ് അച്ഛനോട്. ശരി ശരി, അദ്ദേഹവും സമ്മതിക്കുകയാണ്. വൈകുന്നേരം ആയപ്പോൾ മലറിനെയും കൂട്ടിക്കൊണ്ട് സ്കൂട്ടറിലായിട്ട് ചന്ദ്രിക വന്നിട്ടുണ്ടായിരുന്നു. മലർ ആകെ ക്ഷീണിച്ചിട്ടാണുള്ളത്. അപ്പോൾ ചന്ദ്രിക മലറിൻ്റെ കൈ പിടിച്ച് അകത്തേക്ക് വന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, മോക്ക് എന്താ വേണ്ടത്, ജ്യൂസ് ഉണ്ടാക്കി തരട്ടെ? അപ്പോൾ ചന്ദ്രികയെ കാത്തു നിൽക്കുകയാണ് മഹേന്ദ്രനും ലക്ഷ്മിയും ഹാളിലായിട്ട്. അവരുടെ മുഖത്ത് കുറച്ച് ഗൗരവമൊക്കെ അല്ലെങ്കിൽ കുറച്ചൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വരുത്തി അഭിനയിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക വരുന്ന ശബ്ദം കേട്ടപ്പോൾ ലക്ഷ്മി മഹേന്ദ്രനോട് പറയുന്നുണ്ട്, ഏട്ടാ, ചന്ദ്രിക വരുന്നുണ്ട്, നിങ്ങൾ തന്നെ അവളെ വിളിക്കേ. മഹേന്ദ്രൻ ചന്ദ്രികയെ വിളിക്കുകയാണ്. ചന്ദ്രിക, ഇങ്ങോട്ട് വാ മോളെ. അവൾ വന്നപ്പോൾ അവരുടെ രണ്ടുപേരുടെയും മുഖത്ത് ആകെ ഒരു ടെൻഷനും സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയിട്ട് ചന്ദ്രിക പെട്ടെന്ന് തന്നെ ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ, മുഖം എന്തോ ഒരു മാതിരി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവർ മറുപടി ഒന്നും പറയാതെ വിഷമത്തോടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ മലര് പോയിട്ട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി, എന്താ മുത്തശ്ശി, എന്തോ ഒരു സുഖമില്ലാത്ത പോലെ തോന്നുന്നത്? എന്ത് പറ്റിയതാ മുത്തശ്ശി നിങ്ങൾക്ക് രണ്ടുപേർക്കും? അപ്പോഴും മറുപടി ഒന്നും പറയാതെ അവർ രണ്ടുപേരും ടെൻഷനോടെ തലയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രികയ്ക്ക് വല്ലാത്ത ടെൻഷൻ കൂടുകയാണ്. ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, അച്ഛാ പറയച്ഛാ, എന്താ പറ്റിയത്, എന്തിനിങ്ങനെ ടെൻഷനാവുന്നത്? അത് പിന്നെ എങ്ങനെയാ നിന്നോട് പറയേണ്ടതെന്ന് അറിയില്ല മോളെ. മഹേന്ദ്രൻ ആകെ ടെൻഷനോട് പറയുകയാണ്. അത് കേൾക്കുന്തോറും ചന്ദ്രികയുടെ ടെൻഷൻ കൂടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ പറയുന്നുണ്ട്, എന്താ അച്ഛാ, ഇപ്പോൾ പറയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അത്രയും പറയാൻ വിഷമമുണ്ടാക്കുന്ന എന്ത് കാര്യം സംഭവിച്ചത്? അപ്പോഴും മഹേന്ദ്രൻ പറയാതെ ടെൻഷനായി സങ്കടത്തോടെ തലതാഴ്ത്തി നിൽക്കുകയാണ്. ചന്ദ്രികയ്ക്ക് ടെൻഷൻ കൂടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അമ്മയെങ്കിലും ഒന്ന് പറയാമ്മ, എന്താ കാര്യം? എനിക്കിത് പറയാൻ സാധിക്കില്ല മോളെ, നിന്റെ അച്ഛൻ തന്നെ പറയട്ടെ. ലക്ഷ്മിയും വല്ലാതെ ടെൻഷനോടെ പറയുകയാണ്. അപ്പോൾ ചന്ദ്രിക ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, അച്ഛനും അമ്മയും പറയാൻ മടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എൻ്റെ കാര്യം തന്നെ ആയിരിക്കും. ജാനകി അമ്മായി എന്നെ സിദ്ധു സാറിന് കല്യാണം ചെയ്ത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതായിരിക്കും ഇവരുടെ ടെൻഷന് കാരണം. അതുകൊണ്ടായിരിക്കും ഇവർക്ക് രണ്ടുപേർക്കും എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ സാധിക്കാത്തത്. അച്ഛാ, എന്തായാലും എൻ്റെ അടുത്ത് ഓപ്പണായിട്ട് സംസാരിച്ചു അച്ഛാ. ജാനകി അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുകയാണ്. പക്ഷേ മഹേന്ദ്രൻ എപ്പോഴും ടെൻഷനായിട്ട് പറയുന്നുണ്ട്, അത് 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 പിന്നെ എനിക്ക് എങ്ങനെയാണ് നിന്നോടിത് പറയേണ്ടതെന്ന് അറിയില്ല മോളെ. ചന്ദ്രിക ആകെ വിഷമത്തോടെ നിൽക്കുമ്പോഴാണ് സിദ്ധാർത്ഥു അങ്ങോട്ടേക്ക് വരുന്നത്. സിദ്ധു നോക്കുന്ന സമയത്ത് ലക്ഷ്മിയുടെയും മഹേന്ദ്രൻ്റെയും മുഖം ആകെ ഡള്ളായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സിദ്ധു ചന്ദ്രികയോടാണ് ആദ്യം തന്നെ ചോദിക്കുന്നത്, ചന്ദ്രിക, എന്താ പറ്റിയത്? എന്താ പറ്റിയെന്ന് അറിയില്ല. ഞാൻ ചോദിക്കുമ്പോൾ എന്നോട് പറയാതിരിക്കാൻ മാത്രമുള്ള എന്തോ വലിയ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചന്ദ്രിക ആകെ ടെൻഷനായിട്ട് സിദ്ധുവിനോട് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖത്തും ആ ഒരു ടെൻഷൻ വരുന്നുണ്ടായിരുന്നു. അവൻ മഹേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, മാമാ, പറയാൻ പറ്റാത്ത എന്ത് പ്രശ്നം നിങ്ങൾക്കുള്ളത്? നിങ്ങളും ലക്ഷ്മി ആൻറ്റിയും എന്തോ ഒരു മാതിരിയാണല്ലോ ഉള്ളത്, എന്താ പറ്റിയത്? അത് പിന്നെ എങ്ങനെയാ പറയാന്ന് എനിക്കറിയില്ല മോനെ. മഹേന്ദ്രൻ ആകെ ടെൻഷനായി വിഷമത്തോടെ പറഞ്ഞപ്പോൾ സിദ്ധു ചോദിക്കുന്നുണ്ട്, എന്താ അങ്കിൾ പറ. അങ്കിൾ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതൊന്ന് പറഞ്ഞു തരൂ. അല്ല, മേഘ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? മേഘ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, പക്ഷേ നിൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞിട്ട് നിർത്തുകയാണ്. അത് കേട്ടപ്പോൾ സിദ്ധാർത്ഥ ആകെ ടെൻഷനായിരുന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ സിദ്ധാർത്ഥ ആകെ ഞെട്ടി നിൽക്കുകയാണ്. അതിനേക്കാളുപരി ചന്ദ്രികയും.
ലക്ഷ്മി ആണെങ്കിൽ സങ്കടത്തോടെ തലതായിട്ട് നിൽക്കുന്നുണ്ട്. സിദ്ധു അങ്കിളിനോട് ചോദിക്കുകയാണ്, അമ്മ എന്താ പറഞ്ഞതെന്ന് പറയാം അങ്കിൾ. അതാണല്ലോ പറഞ്ഞത് മോനെ, എങ്ങനെയാ നിങ്ങളോട് ഇക്കാര്യം പറയുക എന്ന് എനിക്കറിയില്ല. മഹേന്ദ്രൻ്റെ കണ്ണൊക്കെ നിറയാണ്. അവരുടെ മുഖത്ത് ആ ഒരു ടെൻഷൻ കണ്ടപ്പോൾ ചന്ദ്രികയ്ക്കും വല്ലാത്ത സങ്കടമാവുകയാണ്. ചന്ദ്രിക ചിന്തിച്ചതുപോലെ തന്നെയാണ് സിദ്ധും ചിന്തിക്കുന്നത്. അവൻ മനസ്സിൽ വിചാരിക്കുകയാണ്, ഒരുപക്ഷെ എനിക്കും ചന്ദ്രികയ്ക്കും കല്യാണം നടക്കില്ല എന്ന് അമ്മ അങ്കിളിനോട് പറഞ്ഞിട്ടുണ്ടാവുമോ? മാത്രമല്ല ചന്ദ്രിക അച്ഛന് കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് പറയാണ്, അച്ഛാ എന്ത് വിഷമമുള്ള കാര്യമാണെങ്കിലും പറഞ്ഞോളൂ അച്ഛാ. എത്രത്തോളം വിഷമമുള്ള കാര്യമാണെങ്കിലും അതിനെ മറികടക്കാനുള്ള ശക്തിയും ധൈര്യവും ഞങ്ങൾക്കുണ്ട്. ലക്ഷ്മി സങ്കടത്തോടെ നിൽക്കുകയാണ്. ധൈര്യമായിട്ട് പറഞ്ഞോ അച്ഛാ, ചന്ദ്രിക വീണ്ടും അദ്ദേഹത്തോട് പറയാണ്. അപ്പോൾ മഹേന്ദ്രൻ സങ്കടത്തിൽ പറയുന്നുണ്ട്, അത് തന്നെയാണ് മോളെ പറഞ്ഞത്, എന്നെക്കൊണ്ട് പറയാൻ സാധിക്കുന്നില്ല. അമ്മ അമ്മയെങ്കിലും ഒന്ന് പറയാമ്മ. ചന്ദ്രിക വീണ്ടും ലക്ഷ്മിയോട് പറഞ്ഞപ്പോൾ ലക്ഷ്മി അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. അച്ഛൻ തന്നെ പറയും മോളെ. അങ്കിൾ ആൻറ്റി നിങ്ങൾ ആരെങ്കിലും ഒരാളൊന്ന് പറയ്. സിദ്ധാർത്ഥിനും ക്ഷമ നശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മുത്തശ്ശൻ വന്നിട്ട് പറയുന്നുണ്ട്, അവർ രണ്ടുപേരും ഒന്നും പറയില്ല. അത് കേട്ടപ്പോൾ സിദ്ധാർത്ഥും ചന്ദ്രികയും ആകെ ടെൻഷനായി നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അവർ പറയില്ല, പക്ഷേ ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും ടെൻഷൻ അടിക്കുകയോ പതറുകയോ ചെയ്യരുത്. തെറ്റായിട്ടുള്ള ഒരു തീരുമാനവും എടുക്കരുത്. അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ തന്നെ ചന്ദ്രികയ്ക്കും സിദ്ധുവിന് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. ജാനകി ഇവരുടെ രണ്ടുപേരുടെയും വിവാഹത്തിന് സമ്മതിക്കുന്നില്ല എന്ന് തന്നെയാണെന്ന്. അതുമാത്രമല്ല അവർ രണ്ടുപേരും പരസ്പരം മുഖത്ത് നോക്കി സങ്കടത്തോടെ നിൽക്കുകയാണ്. അവസാനം സിദ്ധാർത്ഥ് തന്നെയാണ് മുത്തശ്ശനോട് പറയുന്നത്, മുത്തശ്ശ നിങ്ങൾ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി, കുഴപ്പമില്ല പറഞ്ഞോളൂ. അദ്ദേഹം വന്നിട്ട് സിദ്ധാർത്ഥിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. എന്നിട്ട് മഹേന്ദ്രനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, മഹേന്ദ്ര, സിദ്ധാർത്ഥിൻ്റെ അടുത്തും ചന്ദ്രികയുടെ അടുത്തും നിന്റെ സഹോദരി എന്താ പറയാൻ പറഞ്ഞതെന്ന് പറയട്ടെ. പറഞ്ഞോളൂ അച്ഛാ, അവരും മനസ്സിലാക്കട്ടെ. ചന്ദ്രികയ്ക്കും സിദ്ധാർത്ഥിനും വല്ലാത്ത വിഷമം തോന്നുന്നുണ്ടായിരുന്നു. എന്നിട്ടും സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, മുത്തശ്ശ അമ്മ എന്താ പറഞ്ഞതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കും മനസ്സിലായി. ചന്ദ്രിക പറയുന്നുണ്ട്, കുഴപ്പമില്ല, ഞങ്ങളുടെ തലയിൽ എന്താണോ എഴുതിയത് അത് മാത്രമല്ലേ നടക്കുള്ളൂ. നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോ മുത്തശ്ശ, ഞങ്ങൾ അത് കേട്ടിട്ട് വിവരക്കേട് കൊണ്ട് ഒരു തെറ്റായ തീരുമാനവും എടുക്കില്ല. മുത്തശ്ശൻ വളരെയധികം ഗൗരവത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. ജാനകി രാവിലെ ഞാനും മഹേന്ദ്രനും ലക്ഷ്മിയും ഇവിടെ ഉള്ളപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് എൻ്റെ മകൻ്റെ കല്യാണം ഞാൻ നടത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ചന്ദ്രികയും സിദ്ധാർത്ഥും ഇങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുകയാണ്. ഹാർട്ട് ബീറ്റൊക്കെ ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവന് പൊരുത്തമായിട്ടുള്ളൊരു പെണ്ണ് ഇപ്പം തന്നെ ഹൃദയം നിന്നു പോകുന്നുള്ള അവസ്ഥയിലാണ് ചന്ദ്രികയും സിദ്ധാർത്ഥും നിൽക്കുന്നത്. അപ്പോൾ ചിരിച്ചുകൊണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, ചന്ദ്രികയാണ് എൻ്റെ മകന് പൊരുത്തമായ പെണ്ണ് എന്നാണ് ജാനകി പറഞ്ഞത് എന്നും പറഞ്ഞ് അദ്ദേഹം പൊട്ടിച്ചിരിക്കുകയാണ്. അത് കേട്ടപ്പോൾ സിദ്ധുവും ചന്ദ്രിക ആകെ ഞെട്ടിയിട്ട് നിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് മാറിപ്പോയോ എന്നൊക്കെ ഉള്ളൊരർത്ഥത്തിൽ. മുത്തശ്ശൻ അത് പറഞ്ഞു തീർന്നതും മഹേന്ദ്രനും ലക്ഷ്മിയൊക്കെ പൊട്ടിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മുത്തശ്ശനും സന്തോഷത്തോടെ നിൽക്കുകയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് തരിമ്പ് പോലും വിശ്വസിക്കാനാവാത്ത അവസ്ഥയിലാണ് സിദ്ധാർത്ഥും മലരും ചന്ദ്രികയും ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല അദ്ദേഹത്തെ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് വീണ്ടും ചന്ദ്രികയോടും സിദ്ധാർത്ഥിനോടായിട്ട് പറയുന്നുണ്ട്, രാവിലെ വന്ന് ജാനകി എൻ്റെ മകന് ചന്ദ്രികയെ വിവാഹം നടത്തി കൊടുക്കാമോ എന്ന് മഹേന്ദ്രനോട് ചോദിച്ചു. അത് കേട്ട സമയത്ത് ചന്ദ്രിക അച്ഛനെ നോക്കുവാണ്. അപ്പോൾ അച്ഛനും അമ്മയും സന്തോഷത്തോടു കൂടി ചിരിക്കുന്നത് കണ്ടപ്പോൾ ചന്ദ്രയ്ക്ക് എന്താ അത് പ്രകടിപ്പിക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല, ആ ഒരു സന്തോഷം. അതുപോലെ തന്നെയാണ് സിദ്ധാർത്ഥം ഉണ്ടായിരുന്നത്. കാരണം ഇത്രയും കാലം അവർ ആഗ്രഹിച്ചൊരു കാര്യമാണെങ്കിലും ജാനകി അത് സമ്മതിക്കും, അതും ഇത്ര പെട്ടെന്ന് സമ്മതിക്കും അവർ തീർത്തും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. സിദ്ധാർത്ഥം ഒന്നുകൂടെ സംശയം ഉറപ്പിക്കുകയാണ്, മുത്തശ്ശ നിങ്ങൾ കള്ളം പറയുന്നൊന്നും അല്ലല്ലോ അല്ലേ? ഞാൻ പറയുന്നതൊക്കെ സത്യമാണ് സിദ്ധു. രാവിലെ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് നിന്റെ അമ്മ ഇങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് മഹേന്ദ്രനോടായിട്ട് ചോദിക്കുകയാണ്, ചന്ദ്രികയെ എൻ്റെ മകൻ സിദ്ധാർത്ഥിന് വിവാഹം ചെയ്ത് കൊടുക്കാമോ ഏട്ടാ എന്ന്. അത് കേട്ടിട്ട് ഇങ്ങനെ കോരിത്തരിച്ച് നിൽക്കുകയാണ് സിദ്ധുവും ചന്ദ്രികയും. പക്ഷെ മലറിൻ്റെ മുഖത്ത് അത്ര സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുകയാണ്. ആ സമയത്ത് ജാനകി പറഞ്ഞ കാര്യം കൂടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ചന്ദ്രികയാണ് ഇനി എൻ്റെ മരുമകളാകാൻ എല്ലാം കൊണ്ടും യോഗ്യതയുള്ളവൾ എന്നാണ് ജാനകി പറഞ്ഞിട്ടുള്ളത്. ചന്ദ്രികയ്ക്ക് അതിശയം അടക്കാനാവുന്നില്ല, അവളുടെ കണ്ണൊക്കെ നിറയാണ് സന്തോഷം കൊണ്ട്. അപ്പോൾ സിദ്ധു ആണെങ്കിൽ സന്തോഷം അടക്കി നിർത്താനാവാതെ മുത്തശ്ശനെ എടുത്ത് പൊക്കുവാണ്, മുത്തശ്ശ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എടാ ഞാൻ വയസ്സായ ആളാണെടാ. സിദ്ധു അദ്ദേഹത്തിന് എടുത്ത് വട്ടം കറക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എടാ ഞാൻ വയസ്സായ ആളാണെടാ, എന്നെ വിടടാ വിട് എന്നൊക്കെ പറഞ്ഞ് സിദ്ധുവിനെ തല്ലായിരുന്നു. അത് കണ്ടിട്ട് മഹേന്ദ്രൻ ലക്ഷ്മിയും ചിരിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശനെ താഴെ ഇറക്കിയിട്ട് സിദ്ധാർത്ഥാണെങ്കിൽ പൊട്ടിച്ചിരിക്കുകയാണ്, താങ്ക് യു മുത്തശ്ശ, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട്.
വയസ്സനായ എനിക്കിതൊക്കെ ആവശ്യമാണോ എന്നും പറഞ്ഞിട്ട് സിദ്ധാർത്ഥന് അദ്ദേഹം വഴക്ക് പറയാണ്. ചന്ദ്രികയാണെങ്കിൽ അമ്മയോട് സങ്കടവും പരാതിയും പരിഭവമൊക്കെയായിട്ട് പറയുന്നുണ്ട്. ഒന്നും മിണ്ടാതിരിക്കുമ്മ, വല്ലാതെ എന്നെ പേടിപ്പിച്ച് കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മലര് മാത്രം വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ ബാഗ് എടുത്തിട്ട് അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് പോവുകയാണ്. അവളുടെ മുഖത്ത് ആകെ ഒരു ടെൻഷനും സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. മലര് പോയി അവിടെ ഹാളിൽ സോഫയിൽ ഇരുന്നിട്ട് വിഷമത്തോടു കൂടി തലതാഴ്ത്തി ഇരിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി ചന്ദ്രികയോട് പറയുന്നുണ്ട്, പിന്നെ ഇതുപോലൊരു സന്തോഷമുള്ള കാര്യം പെട്ടെന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സന്തോഷം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ചെറിയൊരു ഡ്രാമ കളിച്ചിട്ട് നിങ്ങളെ ഭയപ്പെടുത്തിയിട്ട് പറഞ്ഞത്. ലക്ഷ്മി കുസൃതിയോടെ പറയാണ്. ചന്ദ്രികയാണെങ്കിൽ സന്തോഷം അടക്കാനാവാതെ ഇതായിട്ട് നിൽക്കുകയായിരുന്നു. മലര അവിടെ നിന്ന് മുഖം വാടി പോയത് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ചന്ദ്രിക നാണത്തോടെയും സന്തോഷത്തോടെയും നിൽക്കുന്ന സമയത്ത് മഹേന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രിക, ഞാൻ അന്ന് പറഞ്ഞത് മോൾക്ക് ഓർമ്മയില്ലേ? ജാനകി തന്നെ നേരിട്ട് വന്നിട്ട് നിങ്ങളുടെ മകളായ ചന്ദ്രികയെ എൻ്റെ മകന് വേണ്ടി തരുമോ എന്ന് ചോദിക്കുന്നു. അന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചില്ലേ എന്ന അഭിമാനത്തോടു കൂടിയാണ് മഹേന്ദ്രൻ പറയുന്നത്. അത് കേട്ടപ്പോൾ ചന്ദ്രികയുടെ കണ്ണ് നിറയാണ്. ഇനി പറ, നിനക്ക് സന്തോഷമായോ ഇല്ലയോ? അപ്പോൾ ചന്ദ്രിക കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഒരുപാട് സന്തോഷമായി അച്ഛാ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അമ്മയുടെ ഇടയിൽ പോയിട്ട് ആ ഒരു വാത്സല്യത്തിന് വേണ്ടി എന്ന പോലെ നിൽക്കുകയാണ് ചന്ദ്രിക. അവർ രണ്ടുപേരും അവളെ ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ദൂരെ ഇതൊക്കെ കണ്ട് സഹിക്കാനാവാത്ത വിഷമത്തോടെ നിൽക്കുകയാണ് മലര്. അതാരും കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ചന്ദ്രികയോട് മഹേന്ദ്രൻ പറയുന്നുണ്ട് മുത്തശ്ശനോട് അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി. അത് കേട്ടപ്പോൾ സിദ്ധാർത്ഥും ചന്ദ്രികയ്ക്കൊപ്പം ചേർന്നിട്ട് മുത്തശ്ശനോട് അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി പറയാണ്, അനുഗ്രഹത്തിന് ചോദിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരുടെയും കാൽക്കീയിൽ അദ്ദേഹത്തിൻ്റെ കാൽക്കീയിൽ രണ്ടുപേരും നിന്നപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, രണ്ടുപേരും ഒരുപാട് കാലം സുഖമായി സന്തോഷമായി ജീവിക്കണം, അങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെ അനുഗ്രഹിക്കുകയാണ്. എല്ലാവരും നല്ല സന്തോഷത്തോടെയാണുള്ളത്. ആ സമയത്ത് മുത്തശ്ശൻ വളരെ ഗൗരവത്തോടെ ചന്ദ്രികയോട് പറയുന്നുണ്ട്, എന്തായാലും ചന്ദ്രിക, നീ സിദ്ധാർത്ഥിൻ്റെ അടുത്ത് കുറച്ചൊന്ന് ശ്രദ്ധയോടെ നിന്നോ, അവൻ വല്ലാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. അത് കേട്ടപ്പോൾ ചന്ദ്രികയും സിദ്ധാർത്ഥും ഒക്കെ നാണത്തോടെ ചിരിക്കുകയാണ്. എല്ലാവർക്കും അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും സിദ്ധാർത്ഥിനെ കളിയാക്കി ചിരിക്കുമ്പോൾ സിദ്ധാർത്ഥ ആണെങ്കിൽ മുത്തശ്ശനോട് പറയുന്നുണ്ട്, അയ്യോ എൻ്റെ മുത്തശ്ശൻ എന്നെ നാണം കെടുത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയാണ്. പക്ഷേ മലർ അവിടുന്ന് ആകെ ദേഷ്യത്തോടെ ഇറങ്ങി പോവുകയാണ്. ഇവരുടെ ഒന്നും സന്തോഷത്തിൽ പങ്കുചേരാൻ ആ കുട്ടിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.